നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിനുണ്ടായ ആ ഉണങ്ങാത്ത മുറിപ്പാട്, വയനാട് ദുരന്തം, നെഞ്ചുലച്ച ആ നീറ്റലിന് ഇന്ന് 2 ആണ്ട് തികയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഇത്തരം അപകട സാധ്യത വിദഗ്ധർ ഇനിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ നമുക്കൊരിക്കലും താങ്ങാനാകില്ല. വേണ്ട മുൻകരുതൽ നടപടി കൂട്ടായ പ്രവർത്തനത്തിലൂടെയും കൂടിയാലോചനയിലൂടെയും സമയബന്ധിതമായി തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. പ്രകൃതിയെ നശിപ്പിക്കാതെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അതിൽ അണിചേരാം. ഇന്നത്തെ വാർത്തകൾ നമുക്ക് സമഗ്രമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ച പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. അമിത്ഷാക്കെതിരായ പരാമർശം പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മുന്നണി യോഗം ഇന്ന്. യോഗത്തിന്റെ പ്രധാന അജണ്ട മദ്യനയമെന്ന് സൂചന. PM ശ്രീയിൽ UDF കൈക്കൊള്ളുന്ന നിലപാട് നിർണായകം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് കനത്ത സൈനിക തിരിച്ചടി നൽകുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ വീണ്ടും അമേരിക്ക വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇറാന്റെ ആഹ്വാനം. കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. ഉരുൾപൊട്ടലിന്റെ പൊള്ളുന്ന ഓർമ്മയിൽ മുക്തി നേടാതെ വയനാട്. ദുരന്തം കവർന്നത് 330 ജീവനുകൾ. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പുതുക്കാൻ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ മറച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായവരുടെ ഇടപാടുകളിൽ ദുരൂഹത. കൂടുതൽ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിൽ പോലീസ്. കേരളത്തിനുള്ളിൽ ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയതിൽ പ്രതികൾക്കെതിരെ സ്വമേധയാ കേസെടുത്ത പോലീസ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറിന് വെള്ളി. പാരാ അത്ലറ്റിക്സിലെ 100 മീറ്ററിൽ സ്വർണം നേടി ഇന്ത്യയുടെ ദിലീപ് മഹാദൂഗവാദ്. മലയാളി താരം മുഹമ്മദ് ബാസിലിന് വെള്ളി. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്രയുടെ യോഗ്യതാ മത്സരം ഇന്ന്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പാർലമെന്റ് അതുകൊണ്ട് തന്നെ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ അമിത്ഷാക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തുണ്ട്. പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യത കാണുന്നുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു പറഞ്ഞതുപോലെ 2 കൂട്ടരും ഇങ്ങനെ പ്രതിഷേധവുമായി നിൽക്കുന്നു. ഒരു വശത്ത് അമിത്ഷാ മറുപടി പറയണമെന്ന് പറയുന്നു, മറുവശത്ത് അമിത്ഷാക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അത് ഉയർത്തിക്കാട്ടുകയാണ് ഭരണപക്ഷം. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും അല്ലേ? അത്തരത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധവുമായി പോകുമെന്ന സൂചന പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. ഈ ഒരു വർഷകാല സമ്മേളനം പരിശോധിക്കുമ്പോൾ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയൊഴിച്ച് ബാക്കി എല്ലാ നടപടികളും സഭാ നടപടികളും പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതിന് സമാനമായി ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത. അതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് CJP സമരത്തിന് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടി, പ്രത്യേകിച്ച് പെല്ലറ്റ് ഗൺ ഉൾപ്പെടെ ഉപയോഗിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് പാർലമെന്റിൽ മറുപടി പറയണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ കവാടത്തിലും രാജ്യസഭയിലും ലോക്സഭയിലും സഭയ്ക്കകത്തും പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനിടെ ഈ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടയിലും ഈ
വിഷയം രാഹുൽ ഗാന്ധി ഉയർത്തുകയുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ, സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. എന്നാൽ ഇതിനെതിരെ വലിയ വിമർശനവും പ്രതിഷേധവും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അടിസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകളില്ലാതെ പാർലമെന്റിനകത്ത് ഒരു അംഗത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. പാർലമെന്റിനകത്ത് അടിസ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ രേഖകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഒപ്പം സ്പീക്കറും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ആരോപണത്തിൽ ഏതെങ്കിലും രേഖകളോ തെളിവുകളോ ഉണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ പരാമർശം രാഹുൽ ഗാന്ധി പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. അതുകൊണ്ട് ഭരണപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമായിരിക്കും പാർലമെന്റ്, പ്രത്യേകിച്ച് ലോക്സഭ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് പാർലമെന്റ് കവാടത്തിലും ഇരുപക്ഷത്തിന്റെയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായി പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. പഞ്ചാബിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP എംപിമാരും മഹാരാഷ്ട്രയിലെ അധ്യാപക നിയമന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാർ, അങ്ങനെ നിരവധി തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് നിലവിൽ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്നത്. അതേസമയം ഈ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും പുരോഗമിക്കുകയാണ്. വീണ്ടും സമരത്തിനിറങ്ങും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിരുന്നു. അതായത് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ് ഈ കേസുകൾ പൂർണ്ണമായും പിൻവലിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളുകൾ, 18 വയസ്സിന് താഴെയുള്ള ആളുകളെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിനപ്പുറത്തേക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെയും നടപടി തുടരാം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ CJP സമരത്തിലുള്ള നിയമ നടപടികൾ ഡൽഹി പോലീസ് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിനെതിരെയും കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ശരി ജിഷ്ണു, പറഞ്ഞതുപോലെ എന്തായിരിക്കും പാർലമെന്റിൽ നിന്ന് സംഭവിക്കുക എന്നത് വരും മണിക്കൂറുകൾ തന്നെ നമുക്കറിയാൻ സാധിക്കും. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 ജൂലൈ 30-നുണ്ടായ ദുരന്തത്തിൽ 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 32 പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുമായി ദുരന്തബാധിതർ ഇന്ന് വീണ്ടും ഒത്തുകൂടും. ജൂലൈ 30-ന് പുലർച്ചെ 12:30 ശക്തമായി പെയ്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ പലരുടെയും വീടുകളും ജീവനുകളും മണ്ണിനടിയിലായി. പ്രദേശവാസികൾ മണ്ണിനടിയിൽ പൂണ്ട പലരുടെയും ജീവനുകൾ രക്ഷിച്ചു. പക്ഷേ പിന്നീടുണ്ടായ 2ാമത്തെയും 3ാമത്തെയും തുടർച്ചയായ ഉരുൾപൊട്ടലിൽ അടുത്ത വീടുകളിലും ബന്ധുവീടുകളിലുമടക്കം അഭയം പ്രാപിച്ചവർ വരെ ഒലിച്ചുപോയി. വീടുകൾക്ക് പുറമെ ചൂരൽമല പാലം തകർന്നു. ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പരിക്കേറ്റവരെ രാത്രിയോടെ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനത്തിനിടയിലുണ്ടായ 3ാമത്തെ ഉരുൾപൊട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പലരും. നേരം വെളുത്തതിനു ശേഷമാണ് പൂർണ്ണമായ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. വൈകിട്ടോടെ റോപ്വേയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹായത്തോടെ മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടുപോയ മുഴുവൻ ആളുകളെയും ചൂരൽമലയിലെത്തിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 3 ഉരുൾപൊട്ടലിലായി പൊലിഞ്ഞത് 298 പേരുടെ ജീവനുകളാണ്. 32 പേർ കാണാമറയത്തേക്ക് മറഞ്ഞുപോയി. മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും സൂചിപ്പാറയും കടന്ന് ചാലിയാറിലൂടെ ഒഴുകി. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ആംബുലൻസുകൾ നിരനിരയായി ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിലേക്ക് പാഞ്ഞു. മേപ്പാടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുമ്പിൽ ബന്ധുക്കൾ തങ്ങളുടെ ഉറ്റവരെ തിരിച്ചറിയാനായി കാത്തുനിന്നു. മരണസംഖ്യ ഉയർന്നതോടെ പുത്തുമലയിൽ കൂട്ടക്കുഴിമാടമൊരുക്കി. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പിയിൽ രേഖപ്പെടുത്തിയ നമ്പറുകളടക്കമാണ് സംസ്കരിച്ചത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് പിന്നീട് നടന്നത്. ബന്ധുക്കൾ നഷ്ടമായവർക്കും നഷ്ടപരിഹാര തുക നൽകി. ഒടുവിൽ സർക്കാർ ടൗൺഷിപ്പിൽ 178 പേർക്ക് വീട് ലഭ്യമായി. ടൗൺഷിപ്പ് പൂർത്തിയാവുന്നതോടെ 410 പേർക്കും വീട് ലഭ്യമാവും. ശക്തമായ മഴ പെയ്യുമ്പോൾ പുന്നപ്പുഴ ഇപ്പോഴും ആർത്തലച്ച് ഒഴുകാറുണ്ട്. ഒരുപക്ഷെ പ്രാണഭയത്തിൽ നിന്ന ആളുകളെ ജീവനോടെ ഒഴുക്കിക്കൊണ്ടുപോയതോർത്ത് തലതല്ലി കരയുന്നതാവാം. വെള്ളാർമല സ്കൂളിന്റെ വരാന്തകൾ കുട്ടികളുടെ കളിച്ചിരികൾ കേൾക്കുവാനായി കൊതിക്കുന്നുണ്ടാവണം.
ആളൊഴിഞ്ഞ മുണ്ടക്കൈ ബസ് സ്റ്റോപ്പ് പഴയതുപോലെ എന്നെങ്കിലും ഒരു KSRTC ബസ് മുണ്ടക്കൈയിൽ നിർത്തുമെന്നും ആളുകൾ ബസ് കാത്ത് തന്റെ മടിയിലിരിക്കുമെന്നും കരുതുന്നുണ്ടാവണം. ഒരിക്കൽ ശക്തമായ രാഷ്ട്രീയ സംഘടനകളുടെ അടക്കം വേദിയായിരുന്ന അട്ടമലയും ഒരു മുദ്രാവാക്യം വിളിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അമൃത ന്യൂസ്, വയനാട്. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഒക്കെ നടക്കും. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ സ്മരണ പുതുക്കാനാണ് പുഷ്പാർച്ചനയും അതുപോലെ തന്നെ സർവ്വമത പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ രാവിലെ 9 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. അനുസ്മരണ സർവ്വമത പ്രാർത്ഥനയിൽ റവന്യൂ, കൃഷി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരായ AP അനിൽകുമാർ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, KM ഷാജി എന്നിവർ പങ്കെടുക്കും. ടൗൺഷിപ്പ്, കൽപ്പറ്റ, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും രാവിലെ 8-ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. മഴ ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല. അതേസമയം വയനാട്ടിൽ 2 ദിവസങ്ങളിലായി ശക്തമായി മഴ തുടരുന്നതിനാൽ ക്വാറികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ട്രക്കിംഗ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലാണ് യോഗം നടക്കുക. മദ്യനയമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നാണ് സൂചന. ബോർഡ് കോർപ്പറേഷനുകളിലെ സ്ഥാനവിഭജനവും നിയമനങ്ങളും ഘടകകക്ഷി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾക്കുള്ള അനുമതിയിലെ കാലതാമസം എന്നീ വിഷയങ്ങളും ഒക്കെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ UDF കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും. അൻഫിലറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലറ്റ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. UDFനെ സംബന്ധിച്ച് ആദ്യ യോഗമാണെന്ന് ചേരുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമാകാനുണ്ട്. മദ്യനയം, PM ശ്രീ, മുന്നണിയിലെ എല്ലാവരുമായി ചേർന്ന് തീരുമാനമെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇന്ന് മുന്നിൽ വരുന്നു അല്ലേ? തീർച്ചയായും. ഗുഡ് മോർണിംഗ് ശ്രീജ. ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ്. എന്നതിനപ്പുറത്തേക്ക് വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ UDF യോഗമാണ്. 2 മാസം മുന്നണി അധികാരമേറ്റതിന് ശേഷം 2 മാസം കഴിയുമ്പോഴാണ് UDFന്റെ യോഗം ചേരുന്നത്. നിരവധി വിഷയങ്ങളാണ് UDF മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ മദ്യനയം തന്നെയാണ്. എന്തുകൊണ്ട് അത് ഏറ്റവും പ്രധാനമാകുന്നു എന്ന ചോദ്യത്തിന് ആദ്യ ബജറ്റിൽ തന്നെ സർക്കാർ, നമുക്കറിയാം, നികുതി ഘടനയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയതാണ്. അന്നൊക്കെ പറഞ്ഞ വിശദീകരണം അത് UDF ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്നതാണ്. അപ്പോൾ ആ ചർച്ച ഇന്ന് നടക്കും. അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിനൊരു മദ്യനയം ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നിലവിലുള്ളത് LDF സർക്കാർ കൊണ്ടുവന്ന ആ മദ്യനയമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് UDF സർക്കാർ ഭരണമാറ്റം വരുമ്പോൾ UDF സർക്കാരിൻ്റെതായ ഒരു മദ്യനയം, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ ഡ്രൈ ഡേ എടുത്ത് മാറ്റണം എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തേക്ക് ഉള്ളതാണ്. മാത്രമല്ല ബാർ ഉടമകൾ നിരന്തരം ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ സർക്കാർ തള്ളുകയും കൊള്ളുകയും ഒക്കെ ചെയ്ത് നിരവധി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ സ്വാഭാവികമായും ഇത്തവണ ഭരണം മാറിയപ്പോൾ UDF സർക്കാരിന് മുന്നിലുമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും, അത് എത്രത്തോളം ഒഴിവാക്കാൻ കഴിയും, അങ്ങനെ പ്രായോഗികമായ ഘടകങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പൊതുവായൊരു മദ്യനയം UDF സർക്കാരിന് ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആ മദ്യനയം UDF മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അത് മന്ത്രിസഭയിൽ വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ അത് നിയമമായി മാറുകയുള്ളൂ. അപ്പോൾ ആ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇന്ന് അജണ്ട, UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും അത് തന്നെയാണ്. അപ്പോൾ ഈ 2 വിഷയങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് PM ശ്രീ വിഷയം. PM ശ്രീ വിഷയത്തിൽ UDF ചർച്ച ചെയ്ത് മാത്രമേ അതിനകത്തൊരു അന്തിമമായ തീരുമാനമെടുക്കുകയുള്ളൂ. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് അടക്കം പ്രതിസ്ഥാനത്തും ഒക്കെ പ്രതിക്കൂട്ടിലൊക്കെയാണ് പ്രതിപക്ഷത്ത് നിന്ന് LDFും CPM ഒക്കെ തന്നെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ അഭിപ്രായവും അവരുടെ താല്പര്യവും എന്താണ് എന്നത് പ്രധാനമായി UDF PM ശ്രീ ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച
ചർച്ചയാകും. അതായത് ഇവിടെ ചർച്ച ചെയ്ത് അതിനുശേഷം എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചാണ് അത്. കഴിഞ്ഞ 2 മന്ത്രിസഭകളിലും PMC വന്നില്ല. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു എന്തുകൊണ്ട് PMC ക്യാബിനറ്റിൽ വന്നില്ല. അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് UDF ചർച്ച ചെയ്തതിന് ശേഷം മാത്രം അതിനകത്തൊരു അന്തിമമായ തീരുമാനമെടുത്താൽ മതി എന്നാണ്. അപ്പോൾ മദ്യനയത്തിന് പുറമെ PMC ചർച്ചയിലായി വരും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ്. 2 മാസം പിന്നിട്ടിട്ടും അത് ഇതുവരെ വിഭജിക്കാനോ അതിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ, അധ്യക്ഷ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ കൃത്യമായി തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെ വീതിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് കൂടുതൽ കൊടുക്കുന്നു. അപ്പോൾ മറ്റ് ചെറിയ ഘടകകക്ഷികൾക്ക് ഒന്നിലധികം വേണ്ട എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. ഒന്നിലധികം ബോർഡുകളും കോർപ്പറേഷനുകളും ചെറിയ ഘടകകക്ഷികൾക്ക് നൽകുന്നതിനോട് കോൺഗ്രസിന് തന്നെ നല്ല വിയോജിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ന് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് ബോർഡ് കോർപ്പറേഷൻ വിഭജനം ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിലുമൊക്കെ ഉയർന്നിരിക്കുന്ന അതായത് സ്റ്റാഫുകൾ, പല മന്ത്രിമാരും സ്റ്റാഫുകളുടെ നിയമനം പൂർണ്ണമായിട്ടില്ല. പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ, M. ലിജു അടക്കമുള്ള മന്ത്രിമാരിൽ PS പ്രൈവറ്റ് സെക്രട്ടറിമാരെ പോലും ഇപ്പോഴും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിമാർ അത് മുഖ്യമന്ത്രിക്ക് നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അത് ഒപ്പിടാതെ വൈകിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ പോലും ചർച്ചയായിട്ടുണ്ട്. ഇന്ന് അത് UDF യോഗത്തിൽ ചർച്ചയാകും. പല മന്ത്രിമാരുടെയും സ്റ്റാഫ് നിയമനമായിട്ടില്ല. നമുക്കറിയാം അത് മുസ്ലിം ലീഗിലും വലിയ രീതിയിൽ തന്നെ ലീഗിനുള്ളിൽ വലിയ വിഷയമായിട്ടുണ്ട്. യൂത്ത് ലീഗൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ UDF ഇന്ന് ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ടത് ക്ലിഫ് ഹൗസിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലാണ് UDF യോഗം ചേരുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ശ്രീജ. ശരി അൻഫിൽട്ട്, എന്തായാലും അൻഫിൽട്ട് സൂചിപ്പിച്ച പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനായി UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മുന്നണി യോഗമാണ് ഇന്ന് ചേരുന്നത്. അടുത്ത വാർത്തയിലേക്ക് പോകണേ. നമ്മൾ ഇനി അന്തർദേശീയ തലത്തിലേക്കാണ് പോകുന്നത്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇറാനെ തവിട് പൊടിയാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തുറമുഖമായ ഡാമിയറ്റിലുണ്ടായ അപ്രതീക്ഷിത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന് നേരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന ഭീഷണി ആവർത്തിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഭവത്തെക്കുറിച്ച് തനിക്ക് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടുണ്ട് എന്നും കാര്യങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ഊഴമാണ് ഇനി വരാനിരിക്കുന്നതെന്നും ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം അവർക്ക് നന്നായി അറിയാമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ എല്ലാ ഭീഷണികളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഇറാൻ ഭരണകൂടം US-മായി യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ല എന്ന് വ്യക്തമാക്കി. വൻശക്തിയായ അമേരിക്കയുടെ സൈനിക അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ശത്രുവിനെതിരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാൻ തങ്ങളുടെ ജനങ്ങളോടും സഖ്യശക്തികളോടും ഔദ്യോഗികമായി ആഹ്വാനം ചെയ്തു. നവജാത ശിശു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായവരുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയാണ്. കേരളത്തിനുള്ളിൽ തന്നെ ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ പോലീസ് സ്വമേധയാ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം കൂടുതൽ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. വിവാഹേതര ബന്ധങ്ങളിലുണ്ടായ കുട്ടികളെയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരുടെ കുട്ടികളെയും ഒക്കെയാണ് സംഘം വിൽപ്പന നടത്താൻ ശ്രമിച്ചിരുന്നത് എന്നാണ് അന്വേഷണത്തിൽ ഇതുവരെയുള്ള ഒരു കണ്ടെത്തൽ. പ്രശാന്ത് ജോസഫ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ദുരൂഹത അങ്ങോട്ട് അവസാനിക്കുന്നില്ല. ഈ കേസിൽ അടിമുടി ദുരൂഹതയാണ്. ഇപ്പോൾ കൂടുതൽ സംഘം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനം ഒക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടോ? എന്താണ് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇതൊരു വലിയ ദുരൂഹത തന്നെയാണ് ഈ കേസിന് പിന്നിലുള്ളത്. കാരണം ആദ്യം ഒരു യുവതിയെ തടവിൽ പാർപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അവരുടെ കുഞ്ഞിനെ മറിച്ചു വിൽക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമായിരുന്നു കേസ്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്നലെ ഒരു പ്രതിയുടെ കൂടി അറസ്റ്റ് നടന്നിരിക്കുന്നു. കൊല്ലം സ്വദേശിനിയായ അനീന എന്ന യുവതിയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു കുഞ്ഞിനെ ഈ സംഘം മുൻപ് മറിച്ച് വിറ്റിരുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് ആരെന്നത് അടക്കമുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ കേസ് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ കോട്ടയം SP KM സാബു മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് പുറത്തു വന്നിരുന്നത് ഈ കേസിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്, ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നിരുന്നത്. മഞ്ഞുമലയുടെ വലിയൊരു ഭാഗം ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇനി ഈ വേരുകൾ എത്രത്തോളം പടർന്നു കിടക്കുന്നു എന്നുള്ളത് പോലീസ് വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ
കഴിയുന്നത്. ഇന്നലെ നമ്മൾ പോലീസുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യം, ഇത് കൂടുതലും വിവാഹേതര ബന്ധങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്ത് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഗർഭധാരണം നടക്കുകയും അത്തരത്തിലുണ്ടായ കുട്ടികളെയുമാണ് ഈ സംഘം മറിച്ചു വിൽക്കുന്നതിന് ശ്രമിച്ചത് എന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ എത്രത്തോളം കേസുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്തരം കേസുകളിൽ ഒരിക്കലും പരാതിക്കാർ പുറത്തു വരാൻ സാധ്യത കുറവാണ്. മാത്രമല്ല ഈ കുട്ടികളുടെ അമ്മ തന്നെ ആയിരിക്കും ഈ ഓരോ പല കേസുകളിലും ഒരുപക്ഷെ കുട്ടിയെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇവരുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അവരാരും പുറത്തു വന്ന് പരാതി പറയുന്നതിനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. അതുകൊണ്ട് ഈ പ്രതികളിൽ നിന്ന് തന്നെ ഇത്തരം കേസുകൾ കണ്ടെത്തി ചികഞ്ഞ് പുറത്തു കൊണ്ടുവരുവാനാണ് പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പിടിയിൽ അറസ്റ്റിലായിട്ടുള്ള 3 പ്രതികൾ, ഒന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശിയായ മുപ്പിലി രാജ എന്നറിയപ്പെടുന്ന രാജയാണ്. അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ ഉള്ള വാഗമണ്ണിൽ നിന്നുള്ള അർജുൻ എന്നൊരാളും ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ അനീന എന്നൊരു കൊല്ലം സ്വദേശിനിയും അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ 3 പേരും വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഒരാൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വ്യക്തിയുമാണ്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ എത്രത്തോളം പടർന്നു കിടക്കുന്നു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ രാജ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ കേസിൽ നിലവിൽ 2 സ്ത്രീകൾ കൂടി നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിലൊന്ന് ഈ പ്രതിയായ അർജുൻ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും അർജുനൊപ്പം താമസിക്കുന്ന ഒരു യുവതിയാണ്. അവരുടെ പേര് ഹർഷിത എന്നാണ്. നമ്മൾ ഇന്നലെ വാർത്തയിൽ രാവിലെ തന്നെ ഈ ഹർഷിതയുടെ പേര് പറഞ്ഞിരുന്നു. പക്ഷേ അവരിപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇവർക്ക് എത്രത്തോളം ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർ ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇവരെ ഇന്നലെയും പോലീസ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. ഈ അർജുൻ്റെ കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ ഇന്നലെയും വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് പ്രധാന പ്രതി എന്ന് കരുതുന്ന രാജ. പക്ഷേ ഈ അർജുൻ്റെ സഹോദരിയെ ഈ സഹോദരിയുടെ 2ാം വിവാഹമാണ് രാജയുമായിട്ടുള്ളത്. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. അവരും ഇവരോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ രാജ നിയമപരമായി വിവാഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ എത്തരത്തിലാണ് രാജ ഇങ്ങനെ ഈ വാഗമണ്ണിൽ വന്ന് ഇത്തരത്തിലൊരു ബന്ധം സ്ഥാപിച്ചതിന് പിന്നിൽ ദുരൂഹതകളുണ്ടോ? അതേപോലെ തന്നെ 6 മാസത്തോളം ഈ കുടുംബം ഈരാറ്റുപേട്ട നടക്കൽ എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു. അന്ന് വാടക വീട് കണ്ടെത്തി നൽകിയ ആളെ തന്നെ സമീപിച്ചുകൊണ്ടാണ് തീക്കോയി ഞണ്ടുകല്ലിലും ഈ സംഘം വീട് വാടകയ്ക്കെടുത്തത്. അതൊരു വിജനമായ സ്ഥലത്തായിരുന്നു. ഇന്നലെ നമ്മൾ ആ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ വിജനമായ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ഇവർ താമസിക്കുകയും ഒരു യുവതിയെ അവിടെ കൊണ്ടുവന്ന് കുട്ടി ഉണ്ടാകുമ്പോൾ മറിച്ച് വിൽക്കാൻ ശ്രമം നടത്തുകയും ആ യുവതി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് വിവരങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇവർ ഇത്തരത്തിൽ താമസിക്കുകയും ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നത്, യുവതികളുമായി ബന്ധപ്പെട്ടിരുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നും കൂടുതലായി ആളുകളെ ഇത്തരത്തിൽ എത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ കുട്ടികളെ മറിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടോ? ഏതായാലും ഒരു കേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അവരുടെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ ഇനിയും അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി KM മാത്യു നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. ശ്രീജ, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. സന്തോഷ് ഈപ്പനാണ് 1ാം പ്രതി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പ്രളയബാധിതർക്കായിട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷന്റെ പദ്ധതി നടത്തിയിരുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള ക്രമക്കേടുകളിലാണ് ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൊച്ചി സ്വദേശി സന്തോഷ് ഈപ്പനെ 1ാം പ്രതിയാക്കിയും ഒപ്പം തന്നെ സ്വപ്ന സുരേഷ്, നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നവരാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകളെ മറ്റു പ്രതികളുമായി ചേർത്തുകൊണ്ടാണ് ഏതായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.
നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിലെ പ്രതികളുടെ പേരുകൾ വായിച്ചു കഴിഞ്ഞാൽ സന്ദീപ് നായർ, സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് ഈ കേസിൽ മറ്റ് പ്രതികൾ. ഒപ്പം തന്നെ ലൈഫ് മിഷനും ഈ കേസിൽ കക്ഷി തന്നെയാണ്, പ്രതി തന്നെയാണ്. ഏതായാലും 21 കോടി രൂപയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ, അതായത് ഈ വിവാദത്തിലായിരുന്നത്. ഈ UAE-യിലുള്ള കമ്പനി ഈ പ്രളയബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 21 കോടി രൂപ നൽകിയിരുന്നു. ഇതിൽ നിന്ന് 4 കോടിയോളം രൂപ കമ്മീഷൻ ഇനത്തിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പിന്നീട് അന്ന് MLA ആയിരുന്ന അനിൽ അക്കരെ പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് CBI കേസെടുത്ത് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. ഇതിൽ ആണ് ഇപ്പോൾ ഏതായാലും ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് CBI വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കർ അടക്കമുള്ള ആളുകളും ഈ കേസിൽ പ്രതികളാണ്. ഇവരെയും ചോദ്യം ചെയ്യേണ്ടതും ഒപ്പം തന്നെ ഇവരുടെ കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. M. ശിവശങ്കർ കൈകാര്യം ചെയ്തിരുന്ന ചില ഫയലുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് CBI വ്യക്തമാക്കുന്നത്. ഇത് നേരത്തെ തന്നെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരുന്ന ഫയലുകളാണ്. ഈ ഫയലുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അന്വേഷണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് CBI വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിലെ ആദ്യഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ CBI സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കരാർ കമ്പനിയുടെ അനാസ്ഥ കാരണം കാസർഗോഡ് ചട്ടഞ്ചാലിൽ ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം വർഷങ്ങളായി നീളുകയാണ്. 5 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തിയാക്കാത്ത കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉദുമ MLA K. നീലകണ്ഠൻ ആവശ്യമുന്നയിക്കുകയാണ്. ലൈഫ് സമുച്ചയ പരിസരം ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. 44 കുടുംബങ്ങൾക്ക് താമസിക്കുവാനായി ഉദുമ ചട്ടഞ്ചാലിൽ 1 ഏക്കർ സ്ഥലത്ത് പണിതു വരുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ പ്രവർത്തികളാണ് അനന്തമായി നീളുന്നത്. നിർമ്മാണം നടത്തുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കരാർ കമ്പനി പെന്നാർ ഇൻഡസ്ട്രിയുടെ അനാസ്ഥയാണ് ഇതിന് പിറകിലെന്ന് ഉദുമ MLA K. നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. 4 നിലകളിലായി 26,848 സ്ക്വയർ ഫീറ്റിൽ പണിയുന്ന കെട്ടിടവും പരിസരവും കാടുമൂടിയ നിലയിലാണ്. 5 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാർ കമ്പനിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് MLA പറഞ്ഞു. ഇതിന്റെ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതികരണം നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കരാറുകാർ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഈ കരാർ പണി പൂർത്തീകരിക്കാത്തവരെ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് പോലും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇത് കരാർ കമ്പനിയുടെ അനാസ്ഥയാണ്. ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഫയർ ടാങ്ക്, കോമ്പൗണ്ട് വാൾ, എൻട്രൻസ് റാമ്പ്, ലൈറ്റ് ഫിറ്റിംഗ് തുടങ്ങിയവ പൂർത്തിയാക്കാത്ത കാര്യം MLA ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അതിന്റെ ഫയർ ടാങ്ക്, ഫയർ പ്രൊട്ടക്ഷൻ റാറ്റിഫിക്കേഷൻ വർക്ക്, വാട്ടർ ടാങ്ക്, പ്ലിന്ത് പ്ലാസ്റ്ററിംഗ്, ഇലക്ട്രിക്കൽ ലൈറ്റ്സ്, ഫിറ്റിംഗ്സ് ആൻഡ് പ്ലംബിംഗ്, ഡോർ പെയിന്റിംഗ്, എൻട്രൻസ് റാമ്പ് എന്നീ വർക്കുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിന്റെ കോമ്പൗണ്ട് വാൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇന്റർലോക്ക് അല്ലെങ്കിൽ ജനറേറ്റർ ഷെഡ് എന്നിവർ വർക്ക് ബാക്കിയുണ്ട്. ഒന്നും പൂർത്തീകരിക്കാതെ ഈ വർക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. 5 വർഷം കഴിഞ്ഞിട്ടും ഒരു വർക്ക് പൂർത്തീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലൈഫിന്റെ ഭവന സമുച്ചയം ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. 5,15,00,000 രൂപ ചിലവിലാണ് നിർധന കുടുംബങ്ങൾക്കായുള്ള ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നു വരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ പ്രതികളായ 7 CPM പ്രവർത്തകരാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്ത് 60 ദിവസമായി, ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ ജാമ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ കൂട്ടത്തോടെ ഹൈക്കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ മറുവശത്ത് അന്വേഷണ സംഘത്തോടൊപ്പം തന്നെ EDയും ശക്തമായി തന്നെ കക്ഷി ചേർന്ന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യതയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീജ, ഈ 7 CPM പ്രവർത്തകരാണ് പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകരായിട്ടുള്ള ശ്രീജിത്ത്, ജീവൻ, PS കിരൺ, അനിൽകുമാർ, ഷെഫീഖ്, S സിദ്ധാർത്ഥ്, നിഷാദ് എന്നിവർ നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി ഏതായാലും പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ തേടിയിരുന്നു. ഇന്ന് പോലീസ്
പ്രതികരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രധാനമായിട്ട് ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 56 ദിവസം, അതായത് ഇവർ ഹർജി നൽകിയ സമയത്ത് ഉള്ളത് 56 ദിവസം എന്നുള്ളതാണ്. 56 ദിവസമായിട്ട് ഇവർ റിമാൻഡിൽ കഴിയുകയാണ്. ഈ കേസിന്റെ പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണം തന്നെ ഏറെക്കുറെ പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോഴും ജാമ്യമില്ലാതെ തുടരുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയെ, തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, പോലീസ് അനാവശ്യമായി കേസെടുക്കുകയായിരുന്നു, തങ്ങൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല, ചില തെളിവുകൾ പ്രത്യേകിച്ച് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ CPM പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതിൽ പോലീസിന്റെ കൂടി വിശദീകരണം ലഭിച്ചതിന് ശേഷം, അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും കോടതിയുടെ ഒരു നടപടി ഉണ്ടാവുക. ഏതായാലും 7 പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ കൂടി ഏതായാലും ജാമ്യാപേക്ഷയുമായി വരും ദിവസങ്ങളിൽ കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ പിടിയിലായവരിൽ ആകെ ഒരാൾക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അത് SFI പ്രവർത്തകനായിട്ടുള്ള വിമലിനാണ് നേരത്തെ ജില്ലാ കോടതി തന്നെ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ശ്രീജ. ശരി കിരൺ, എന്തായാലും CPM പ്രവർത്തകർക്ക് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി ഉറവിടങ്ങളെ കണ്ടെത്താൻ ഊർജിത നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് അധ്യാപികമാർ പ്രതികളായ ലഹരി കേസ് സംസ്ഥാനത്ത് വേരുറപ്പിച്ച ലഹരി മാഫിയയുടെ ഉറവിടം കണ്ടെത്താനുള്ള നിർണായക വഴിത്തിരിവായാണ് പോലീസ് കാണുന്നത്. വരും നാളുകളിൽ പോലീസ് വിരിച്ച വലയിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്ന സൂചനയാണ് കണ്ണൂർ DIG K കാർത്തിക് അമൃത ന്യൂസിനോട് പങ്കുവച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വ്യക്തമായ ആധിപത്യമാണ് സംസ്ഥാനത്ത് ലഹരി മാഫിയ സ്ഥാപിച്ചെടുത്തത്. ഓരോ വർഷവും ലഹരി കേസിലുണ്ടായ ഭയാനകമായ വർധനവാണ് ഓപ്പറേഷൻ തൂഫാനിലേക്ക് സർക്കാരിനെ നയിച്ചത്. തൂഫാൻ ആരംഭിച്ച ജൂൺ മുതൽ ജൂലൈ വരെ 9000-ലേറെ കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. പല ജില്ലകളിലും ഒരു ദിവസം മാത്രം 300-ലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് അന്വേഷണ സംഘത്തെ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കോഴിക്കോട് വടകര സ്വദേശി സഫ്വാനിലൂടെ പിടിച്ചെടുത്ത ഏറ്റവും കുറഞ്ഞ അളവിലുള്ള MDMA കേസ് ഇന്നിപ്പോൾ 3 അധ്യാപികമാർ ഉൾപ്പെട്ട വൻ ലഹരി ശൃംഖലയാണ് പുറം ലോകത്തെത്തിച്ചിരിക്കുന്നത്. ചെറിയ അളവിൽ ലഹരി വിൽപ്പനയ്ക്ക് ആളെ ഒരുക്കി വൻ പണമിടപാട് നടത്തുന്ന വലിയ മീനുകൾ ഇതിനു പിന്നിലുണ്ടെന്ന് വടക്കൻ കേരളത്തിന്റെ ചുമതലയുള്ള DIG K കാർത്തിക് IPS പ്രതികരിച്ചു. ഈ ചെറിയ ക്വാണ്ടിറ്റി എല്ലാം കിട്ടുന്നത് എവിടെയോ വലിയ സ്ഥലത്ത് ക്വാണ്ടിറ്റിയിലെല്ലാം സ്പ്ലിറ്റായി വരുന്നത്. അപ്പം നമ്മൾ ആദ്യം കേസുകൾ പിടിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ക്വാണ്ടിറ്റീസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത്, ഇത് ആരാണ് ഫൈനാൻസ് ചെയ്യുന്നത്. അന്വേഷണം വളരെ ഡീപ്പായിട്ട് പോകണം. ഒന്നൊന്ന് സോഴ്സിൽ പോകണം, ഡിസ്ട്രിബ്യൂഷനിൽ പോകണം. അതായത് എന്നെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുത്തത് ആരും, ഞാൻ ആർക്ക് കൊടുക്കുന്നത്, ഇത് എവിടെ നിന്ന് പൈസ വന്നത്, ഇത് വാങ്ങിക്കാനായിട്ട്, ഇത് വിത്തിട്ട് എത്ര പൈസ ഉണ്ടാക്കി. ഇതാണ് സിമ്പിൾ ചോദ്യം. ഇത്ര ചോദ്യം നമ്മൾ അന്വേഷണത്തിൽ ഉത്തരം കണ്ടുപിടിച്ചാൽ തന്നെ മൊത്തം നെറ്റ്വർക്ക് പൊളിയും. മുൻ വർഷങ്ങളിൽ കോഴിക്കോട് താമരശ്ശേരിയാണ് ലഹരിയുടെ ഹോട്ട്സ്പോട്ടായി അറിയപ്പെട്ടിരുന്നത്. നിലവിലത് വടകര, പേരാമ്പ്ര ഉൾപ്പെടെയുള്ള റൂറൽ മേഖലയാകെ വ്യാപിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ ജൂൺ മുതൽ ജൂലൈ വരെ കോഴിക്കോട് ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 847 കേസുകളാണ്. ഈ കേസുകളിലായി 872 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. ഈ 2 മാസ കാലയളവിൽ മാത്രം 1/2 കിലോയിലധികം MDMA പിടികൂടിയത്. അധ്യാപികമാരുടെ കേസ് ലഹരി സംഘത്തിന്റെ പുതിയൊരു ശൃംഖലയെ തന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോഴിക്കോട്. വടകര MDMA കേസിൽ അധ്യാപികമാരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള SITയുടെ അപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കും. റിമാൻഡിൽ കഴിയുന്ന കാവ്യ, കീർത്തന, നിഷ്മ എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട SIT ഇന്നലെയാണ് വടകര NDPS കോടതിക്ക് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്താൽ കേസിലെ മുഖ്യ കണ്ണികളിലേക്ക് എത്താമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ.
ലക്ഷ്മിപ്രിയ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലക്ഷ്മി പറഞ്ഞതുപോലെ ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ആ വലിയ കണ്ണിയുടെ ഒരറ്റമെങ്കിലും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് തന്നെയല്ലേ അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം? അതെ, ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 3 അധ്യാപികമാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ മുഖ്യകണ്ണി ആരാണ് എന്നതിലേക്ക് അടക്കം എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ വടകര NDPS കോടതി പരിഗണിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിൽ ഡെലിവറി ബോയ് ആയിട്ടുള്ള ജിജിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിയെ കൂടി കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ ഇന്നോ നാളെയോ ആയി ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഒരു അധ്യാപികമാരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ തന്നെ 12,000 അല്ലെങ്കിൽ 13,000 ആണ് അവരുടെ ശമ്പളം എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ അക്കൗണ്ടുകളിൽ ലക്ഷങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും കൂടുതൽ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതികളുടെ ഇപ്പോൾ 5 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ 5 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിലെ മുഖ്യ കണ്ണി ഒരു വയനാട് സ്വദേശിയാണെന്നുള്ള സൂചന അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതൊരു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരു പ്രതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സൂചന ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂചന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യാപികമാരിൽ ഒരാളുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു യുവതിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ ബന്ധമുണ്ട് എന്നുള്ള ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുവതിയും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഈ പ്രതികളുടെ അക്കൗണ്ടുകൾ മാത്രമല്ല ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളും ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീജ. ശരി ലക്ഷ്മി. വടകര MDMA കേസിൽ അധ്യാപികമാരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള SITയുടെ അപേക്ഷ ഇന്നിപ്പോൾ കോടതി പരിഗണിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി നടന്നു. ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും ജീവിതത്തിൽ പകർത്തേണ്ട ആത്മീയ സന്ദേശം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഭക്തർക്ക് പകർന്നു നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ധ്യാനവും ഭജനയും നാദോപാസനയും അമൃതപുരിയെ ആത്മീയ ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പുലർച്ചെ 3:30 ലളിതാ സഹസ്രനാമ പാരായണത്തോടെയായിരുന്നു അമൃതപുരിയിലെ ഗുരുപൂർണിമ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സമൂഹ ഗണപതി ഹോമം, നവഗ്രഹ ഹോമം, ഗുരുഹോമം എന്നിവ നടന്നു. 150ഓളം സന്യാസിനിമാരുടെയും ബ്രഹ്മചാരിണിമാരുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തിന് ശേഷമാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ നടന്നത്. ഗുരുപൂർണിമ ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും പ്രതീകമാണെന്നും അത് ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അമ്മ ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഗുരുവിനോടുള്ള ആത്മസമർപ്പണഭാവം ജീവിതത്തിലുടനീളം നിലനിൽക്കണമെന്നും അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരുവെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ധ്യാനം, ഭജന എന്നിവ അമൃതപുരിയെ ആത്മീയ ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ശംഖനാദത്തിന്റെ മംഗളധ്വനിക്കൊപ്പം അമ്മയുടെ മക്കൾ തങ്ങളുടെ ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും പ്രകടിപ്പിച്ചു. ആശ്രമത്തിലെ കുട്ടികളും അന്തേവാസികളും ചേർന്ന് അവതരിപ്പിച്ച നാദോപാസനയും നടന്നു.
രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. മനസ്സിലെ അജ്ഞത അകറ്റി ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം പകരാൻ ഗുരുകൃപ അനിവാര്യമാണെന്ന ആത്മീയ സന്ദേശത്തോടെയാണ് ഇത്തവണത്തെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ അമൃതപുരിയിൽ സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിന്റെയും ദിനമാണ് ഗുരുപൂർണിമയെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കേവലം ഒരു ചടങ്ങ് നടത്തുക എന്നതല്ല ഗുരുപൂർണിമയുടെ സാരമെന്നും ശിഷ്യഹൃദയത്തിൽ വിനയത്തിന്റെയും കൃതജ്ഞതയുടെയും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഭാവം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കണമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. കൊല്ലം അമൃതപുരിയിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ സന്ദേശം നൽകുകയായിരുന്നു അമ്മ. ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും പ്രതീകമാണ് ഗുരുപൂർണിമ. അതുകൊണ്ട് തന്നെ ഗുരുപൂർണിമ ചടങ്ങുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ശിഷ്യഹൃദയത്തെ വിനയത്തിൻ്റെയും കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഭാവം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കണം. എങ്കിലും ആ ഭാവത്തെ പ്രത്യേകിച്ചുണർത്താൻ വേണ്ടിയുള്ള ദിനമാണ് ഗുരുപൂർണിമ. നമ്മളുടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരു. സാധാരണ നമ്മൾ ജ്ഞാനസൂര്യൻ എന്നാണ് പറയുക. എന്നാൽ ഇവിടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ പൂർണ്ണതയെ അലൗകികമായ സൗന്ദര്യത്തെ എടുത്തു കാട്ടാനാണ്. ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തോടൊപ്പം ചന്ദ്രനെ പോലെ ലോകത്ത് നന്മയും ആനന്ദവും വർഷിക്കുന്ന ഭാവം കൂടി ഗുരുവിനുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ പൂർണ്ണചന്ദ്രനോടും ഇന്നത്തെ ദിവസത്തെ പൂർണ്ണിമയോടും ഉപമിക്കുന്നു. ഈശ്വരൻ സുഖസ്വരൂപനാണ്. ആ ശക്തിയുടെ ഉറവിടം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ള സത്യം ഗുരുവിലൂടെ ശിഷ്യൻ സാക്ഷാത്കരിക്കുന്നു. എന്നാൽ അറിവ് നേടാൻ ശരണാഗതി ആവശ്യമാണ്. ഗുരുവിനോടുള്ള വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പൂർണ്ണതയാണ് ശരണാഗതി. അനന്തമായ ഈശ്വരശക്തികളൊക്കെയുള്ള പ്രവേശന കവാടമാണ് ശരണാഗതി. മറ്റുള്ളവരെ ദൂഷിക്കുകയും അവരുടെ ദുർബലതകളെ പരിഹസിക്കുകയും ചെയ്യാതെ സ്നേഹത്തിലൂടെ അവരെ സ്വീകരിച്ച് സ്നേഹിക്കാൻ ശ്രമിക്കുന്നതാണ് പക്വത എന്ന് പറയുന്നത്. ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആരും ആർക്കും സ്വന്തമല്ല. എന്നാൽ ബോധത്തോടെ സ്വന്തം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരുടെ ധർമ്മത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് പക്വത. മറ്റുള്ളവരുടെ പ്രതീക്ഷ വയ്ക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് പക്വത. മറ്റുള്ളവരെ ഉപദേശിച്ച് മാറ്റാൻ ശ്രമിക്കാതെ സ്വന്തം മനോഭാവം മാറ്റാൻ ശ്രമിക്കുന്നതാണ് പക്വത. സന്തോഷം ഭൗതിക സമ്പത്തിനനുസരിച്ച് വളരുന്നതല്ല എന്ന തിരിച്ചറിവാണ് പക്വത. അവസ്ഥയിലേക്ക് ഉയരാനുള്ള ശ്രദ്ധയും സമർപ്പണവും എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ. രാമ രാമ ജയ സീതാരാമ. കർക്കിടക മാസത്തിലെ ധന്യമായ നാലമ്പല തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ശാന്തമായ അന്തരീക്ഷം, ചൈതന്യം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ ഒത്തുചേർന്ന ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ ഭക്തജനപ്രവാഹമാണ്. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇന്ന് ലോകപ്രസിദ്ധമാണ്. രാമായണ മാസം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും. രാമമന്ത്രം ജപിച്ച നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം വണങ്ങുന്നത് തൃപ്രയാറപ്പനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലുള്ള ഒരു മുക്കുവന് മീൻപിടുത്തത്തിനിടെ അത് ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം. നാലമ്പലത്തിന്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. ആ 4 പ്രളയത്തിൽ പെട്ട് ആ ഇതിൽ വന്നപ്പോഴാണ് അത് കടലിൽ ആയി കടലിൽ നിന്ന് വിറക് കിട്ടി അത് നാടുവഴി 4 ദിക്കിലായിട്ട് സമർപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, രണ്ടാമത്തെ കൂടൽമാണിക്യ ക്ഷേത്രം, ഭരതക്ഷേത്രം, മൂന്നാമത്തെ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം മൂഴിക്കുളം, നാലാമത്തെ പായ്മൽ ശത്രുഘ്ന ക്ഷേത്രം, അങ്ങനെ ഇതായിട്ടുണ്ട്. നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ നല്ലൊരു രാമായണ മാസമായിട്ടും ആചരിക്കുന്ന കാരണം
നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ട് വരുന്നുണ്ട്. തൃപ്രയാർ എന്ന പേരിനും ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട്. വാമനാവതാരം കൈക്കൊണ്ട മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തേക്കെത്തി. അതുകണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാറും ലോപിച്ച് തൃപ്രയാറുമായെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മീനൂട്ടാണ്, പിന്നെ വെടിവഴിപാട്, പിന്നെ കളഭം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വഴിപാടുകൾ. നാലമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വൻ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അഞ്ജനശിലാ പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുകയാണ്. ശ്രീദേവി ഭൂദേവി സമേതനായ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ മാറാത്ത ദുരിതങ്ങളില്ലെന്നാണ് വിശ്വാസം. ഭഗവാന്റെ കൈകളിലെ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും കോദണ്ഡം ശിവനെയും അക്ഷമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഇരുവശവുമുള്ളത് ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. പൗരാണിക പെരുമയോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരിക്കുള്ള നെൽക്കതിരുകൾ എത്തിച്ച തിരുവനന്തപുരം നഗരസഭ. മേയർ വി രാജേഷും സംഘവും പുത്തരിക്കണ്ടത്ത് നിന്ന് നെൽക്കതിർ തലയിൽ ചുമന്നാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിൽ എത്തിച്ചത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിനോട് ചേർന്ന സ്ഥലത്ത് നെൽ വിതച്ച് കതിരുകൾ കൊയ്താണ് കോർപ്പറേഷൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കുള്ള നെൽക്കതിരുകൾ തയ്യാറാക്കിയത്. രാവിലെ പുത്തരിക്കണ്ടത്ത് മന്ത്രി കെ മുരളീധരൻ, CP ജോൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേയർ വി രാജേഷ് പൗരാണിക ചടങ്ങുകളുടെ ഭാഗമായി നടന്ന നെൽക്കതിർ കൊയ്ത്തിന് നേതൃത്വം നൽകി. ഒരു ആചാരമനുസരിച്ച് ഇവിടെ കൊയ്യുന്ന നെല്ലുപയോഗിച്ചാണ് അവിടെ നെല്ല് കുത്തി അരിയാക്കി അമ്പലത്തിൽ പായസമൊക്കെ വയ്ക്കുന്ന ഒരു ചടങ്ങ്. ഇതൊരാചാരമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും പരിപാലിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ കൂടെയാണ്. തുടർന്ന് വൈകിട്ടോടെ കൊയ്ത നെൽക്കതിരുകൾ കറ്റകളാക്കി മേയർ വി രാജേഷും സംഘവും തലയിൽ ചുമന്നാണ് ക്ഷേത്ര കിഴക്കേ ഗോപുരനടയിൽ എത്തിച്ചത്. ക്ഷേത്ര പ്രതിനിധികൾ നെൽക്കറ്റകൾ സ്വീകരിച്ചു. നിറപുത്തരിക്ക് ആവശ്യമായ നെൽക്കതിരുകൾ പുത്തരിക്കണ്ട മൈതാനത്ത് തന്നെ കൃഷി ചെയ്ത് ഇവിടെ സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ നാടിനുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അത് മുടങ്ങിയിരിക്കുകയായിരുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് അടുത്ത മാസം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പുമായി ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വൈകിട്ടോടെ പത്മതീർത്ഥക്കുളത്തിൽ കഴുകി ശുദ്ധി വരുത്തിയ കതിരുകൾ ക്ഷേത്രത്തിനകത്ത് എത്തിക്കും. 3-ാം തീയതിയാണ് നിറപുത്തരി ചടങ്ങുകൾ നടക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിക്ഷേപകർക്കെതിരെ ഭീഷണിയുമായി കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന തൃശൂർ ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് വിഷയത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഭീഷണി മുഴക്കിയത്. ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്ന സമയത്ത് പ്രസിഡന്റായിരുന്ന MP ജാക്സൺ പൊതുപരിപാടിയിലെത്തിയപ്പോൾ നിക്ഷേപകരിൽ ചിലർ കൂകി വിളിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ വഴിവിട്ട രീതിയിൽ നിക്ഷേപങ്ങൾ നൽകിയതിനെ തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത്. മാസങ്ങളേറെയായി നിക്ഷേപകർക്ക് ലക്ഷങ്ങളുടെ തുക പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ നിക്ഷേപകർ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണുമായ MP ജാക്സൺ പങ്കെടുത്ത പൊതുപരിപാടിക്ക് നേരെ നിക്ഷേപകർ കൂകി വിളിച്ചത്. ഇതിൽ പ്രകോപിതരായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത ഭീഷണി മുഴക്കിയത്. MP ജാക്സനെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വൈകാരികമായി പ്രതികരിച്ചാൽ പാർട്ടി അതിൽ ഇടപെടില്ല എന്നായിരുന്നു ഭീഷണി. ഇതിൽ പാർട്ടി അപമാനിക്കാനോ അവഹേളിക്കാനോ പാർട്ടി നേതാക്കളെ ആവശ്യമില്ലാതെ അവഹേളിക്കാനോ വന്ന പാർട്ടി കയ്യും കെട്ടി മിണ്ടാണ്ട് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്ന ഇനി ധരിക്കേണ്ട എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ഈ യോഗം വിളിച്ചു. MP ജാക്സൺ ഇപ്പോൾ ITU ബാങ്കിൻ്റെ ആരുമല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം RBIയുടെ നിയന്ത്രണത്തിലാണ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി നിക്ഷേപം പിൻവലിക്കാൻ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം 1 വർഷത്തേക്ക് കൂടി നീട്ടാനാണ് സാധ്യത. ഇതോടെ നിക്ഷേപകർ ബാങ്കിലെത്തി പ്രതിഷേധിച്ചിരുന്നു. MP ജാക്സന് ഇപ്പോൾ ബാങ്കുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് പരാതി. അമൃത ന്യൂസ്, തൃശൂർ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം?
ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഈ ഒരാഴ്ച ഉണ്ടാകുന്ന ഒരു മികച്ച നേട്ടമാണ് ഇന്നലെ വിപണിയിലുണ്ടായത്. 1.1% നേട്ടം വിപണിയിലുണ്ടായി. ഒട്ടുമിക്ക മേഖലകളിലും ആ നേട്ടം പ്രകടമാവുകയും ചെയ്തു. ആഗോള സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് വിപണിക്ക് അനുകൂലമായത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലുമായിരുന്നു. ഏതാണ്ട് 3000 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. 1000 കോടിയോളം രൂപയുടെ നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രതിഫലനമായിരുന്നു വിപണിയിൽ ഉണ്ടായിട്ടുള്ള മികച്ച മുന്നേറ്റം. ഇന്ന് മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാനാണ് സാധ്യത. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കൂട്ടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നിലവിലുള്ള സ്ഥിതി തുടരാനാണ് തീരുമാനം. അതും വിപണിക്ക് അനുകൂലം തന്നെയാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ എന്നാൽ ഒരു നേരിയ വർധനം ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. $83 വരെ എത്തിയ എണ്ണവില വീണ്ടും $89 എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് ഒന്ന് ക്രമപ്പെട്ട് താഴേക്ക് $80 താഴേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് വിപണിക്ക് അനുകൂലമായി നിലകൊള്ളുകയും ചെയ്യും. എന്തായാലും വിപണിയിൽ ഒരു നേട്ടം തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി 24,000 മുകളിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ച് 24,250 എന്ന നിലവാരത്തിലേക്കാണ് മുൻനിര സൂചികയായി നിഫ്റ്റി എത്തിയത്. 24,100 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായി ഇനി പ്രവർത്തിക്കും. 24,400 എന്നുള്ള നിലവാരമാണ് ഇനി ഒരു പ്രധാന കടമ്പ. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയാണെങ്കിൽ 24,500 എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീധരൻ. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 34ാമത് ശാഖ തൃശൂർ ന്യൂ ചർച്ച് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ആദ്യ നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടുകൂടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും പ്രവർത്തനാനുമതിയുള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോച്ചിയെ പ്രൊമോട്ടറായി വന്നതിന് ശേഷം 1,70,000-ൽ പരം മെമ്പർമാർക്ക് സേവനം നൽകാനും 600-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ 80,000-ൽ പരം മെമ്പർമാർക്ക് ലാഭവിഹിതം നൽകുവാനും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ ജിസ്റ്റോ ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മേയറുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് ഡെപ്യൂട്ടി മേയർ എ പ്രസാദിന് കൈമാറി. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി CEO ശിവപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ മറിയാമ്മ പയസ്, SGM വിജയ് സെബാസ്റ്റ്യൻ, മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായമായവരെ ഡിജിറ്റൽ മേഖലയിലേക്ക് ചുവടുവയ്ക്കാൻ സഹായിക്കുന്ന പദ്ധതി രൂപീകരിച്ച് മറ്റ് സ്കൂളുകൾക്ക് കൂടി മാതൃകയായി നായർക്കുഴി GHSS സ്കൂൾ. NSS യൂണിറ്റാണ് പ്രായമായവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ സമ്മാനിക്കുന്ന പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. സംസ്ഥാന തലത്തിലേക്ക് കൂടി പദ്ധതി ഉയർത്തിയത് സ്കൂളിന് ഇരട്ടി മധുരമാണ്. ഇതാണ് HSS നായർക്കുഴി. ഇവിടെ കമ്പ്യൂട്ടർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നത് ആരാണെന്നറിയോ? കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ ലാബും ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രായഭേദമന്യേ കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പാക്കുക എന്ന NSS യൂണിറ്റിന്റെ ആശയമാണ് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഡിജിറ്റൽ ഹൈജീൻ, ഡിജിറ്റൽ ലിറ്ററസി ഉണരൂ ഉയരൂ എന്ന പദ്ധതിയുടെ അടിത്തറ. സ്കൂൾ സമയം ക്രമീകരിച്ച് കമ്പ്യൂട്ടർ ലാബിലെത്തിച്ചാണ് NSS വോളണ്ടിയേഴ്സ്, ഹരിതകർമ്മസേന അംഗങ്ങൾക്കും തൊഴിലുറപ്പ് ജീവനക്കാർക്കും ഉൾപ്പെടെ ക്ലാസുകൾ എടുക്കുന്നത്. തെരുവുകൾ വൃത്തിയാക്കുന്നവരുടെയും മണ്ണിൽ പണിയെടുക്കുന്നവരുടെയും വിറയാർന്ന കൈകൾ ആദ്യമായി കീബോർഡിൽ തൊടുമ്പോഴുണ്ടാകുന്ന കൗതുകവും സ്വന്തം പേര് സ്ക്രീനിൽ തെളിയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ആത്മവിശ്വാസവുമാണ് ഈ ഉദ്യമത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ അക്ഷരങ്ങൾ കുറച്ചൊക്കെ പഠിച്ച് പേരെഴുതാനും അഡ്രസ്സ് സ്ഥലം ഒക്കെ എഴുതാൻ പഠിച്ചിട്ട് ഈ മക്കൾ വന്ന് സഹായിച്ചുകൊണ്ട് ഇപ്പം എല്ലാവരും ഏകദേശം പേര് എഴുതാനും വായിക്കാനും കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. ചെറിയ സംശയങ്ങൾ പോലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന തിരക്കിലാണ് വോളണ്ടിയേഴ്സ്. ചില ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് ഇത് ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആത്മവിശ്വാസം, അതേപോലെ തന്നെ കൗതുകം, അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. കുറഞ്ഞ കാലയളവിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലേക്ക് പദ്ധതി വികസിപ്പിക്കാനും 1000-ലധികം പേരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇത്രയും മുതൽ മുടക്കി ഒരു സ്കൂള് ഇവിടെ ആരംഭിച്ചിട്ട് ഈ നാട്ടിലുള്ള ആളുകൾക്ക് അത് ഒരു വലിയ രൂപത്തിൽ ഗുണകരമായി പോകട്ടെ എന്നുള്ള ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം NSSൻ്റെ കീഴിൽ ആരംഭിക്കാൻ
ശ്രമിച്ചത്. സംസ്ഥാന തലത്തിലേക്ക് പദ്ധതി ഉയർത്തിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ MP ഷാജി. നായർകുഴി സ്കൂൾ NSSന്റെ ഈ ഒരു പ്രവർത്തനം സ്റ്റേറ്റ് NSS തന്നെ ഏറ്റെടുക്കുകയും അത് കഴിഞ്ഞ വർഷം അവരത് NSSന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ആളുകൾക്ക് ഡിജിറ്റൽ ലിറ്ററസി നൽകുക എന്നുള്ളത്. അപ്പം അതിനൊരു തുടക്കം കുറിച്ച ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. പ്രതീക്ഷകൾ മുറുകെ പിടിച്ചാണ് ഓരോ ദിവസവും ഇവർ സ്കൂളിന്റെ പടിയിറങ്ങുന്നത്. ക്യാമറമാൻ ദീപുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോമൺവെൽത്ത് ഗെയിംസിന്റെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ ഒരു സ്വർണവും 2 വെള്ളിയുമാണ് ഇന്ത്യ ഒടുവിൽ നേടിയത്. പാരാ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദൂഗാവത്താണ് സ്വർണം നേടിയത്. മലയാളി താരം മുഹമ്മദ് ബാസിലിനാണ് വെള്ളി. 10.83 സെക്കൻഡിലാണ് ബാസിൽ രണ്ടാമതെത്തിയത്. ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കർ വെള്ളി നേടി. രണ്ടാം ശ്രമത്തിൽ 8.09 മീറ്റർ ദൂരം ചാടിയാണ് മെഡൽ നേട്ടം. ആദ്യ 3 ശ്രമങ്ങൾ പൂർത്തിയായപ്പോൾ ഗോൾ പൊസിഷനിലുണ്ടായിരുന്ന ശ്രീശങ്കറിനെ 4ാം ശ്രമത്തിൽ ജമൈക്കൻ താരം തജായ് ഗെയിലാണ് പിന്തള്ളിയത്. 2022 ശ്രീശങ്കർ വെള്ളി നേടിയിരുന്നു. അങ്കുഷ് യാദവ്, സാക്ഷി ചൗധരി, അരുന്ധതി ചൗധരി, സച്ചിൻ സിവാച്ച്, നരേന്ദർ ബെർവാൾ, ജെസ്മിൻ ലംബോരി എന്നിവർ ബോക്സിംഗിലെ സെമി ഫൈനലിലെത്തി മെഡൽ ഉറപ്പിച്ചു. First international medal. I'm so happy. Last year I started para sports. I'm so happy. Before start, I know थोड़ा tight हो गया. It is about climate. I ran last month 10.63. That was വെള്ളി മെഡൽ ജേതാവ് മുഹമ്മദ് ബാസിലിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായി കേട്ടത്. എന്തായാലും ഈ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിനം ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ സന്ദർശിക്കുക. എല്ലാവർക്കും ശുഭദിനം.